എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര അധികം ഡിസ്റ്റർബൻസ് ആയിരിക്കും അല്ലേ? രണ്ടുപേർ തമ്മിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതം ആയിക്കോട്ടെ, എന്തു തന്നെയാണെങ്കിലും ഇടയിൽ മൂന്നാമതൊരാൾ വരുമ്പോൾ അത് അവിടെ ഒരു ഈഗോ ഉണ്ടാക്കും അല്ലേ? ചിലപ്പോൾ നിങ്ങളുടെ ബന്ധം തന്നെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ മൂന്നാമതൊരാൾ കടന്നുവരവ് കൊണ്ടുണ്ടായേക്കാം. അങ്ങനെ ഒരു തേർഡ് പാർട്ടിയുടെ പ്രസൻസ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പിന് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെന്ന്, നിങ്ങൾക്കത് റിമൂവ് ചെയ്യണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെമഡിയാണ്. നമുക്ക് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് പെൻ എടുക്കുക. ആ ബ്ലാക്ക് പെൻ എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു പേപ്പറിൽ, ഇതിപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്നതാണ്, ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒരു കോണാകൃതിയിൽ ബ്ലാക്ക് പെൻ ഉപയോഗിച്ച് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് തേർഡ് പാർട്ടിയുടെ നെയിം എന്താണ്, അവരുടെ പേര് എഴുതുക. ഇപ്പോൾ അനിൽ എന്നാണെങ്കിൽ അനിൽ എന്ന് പേര് എഴുതുക. അതിന് താഴെ ആ ഒരു കോഡ് എഴുതുക, അതായത് 70203074 എന്നുള്ളത് എഴുതുക. എന്നിട്ട് താഴെ ഒരു ഇൻറ്റു മാർക്ക് ചെയ്യുക. ഇൻറ്റു മാർക്ക് ചെയ്തിട്ട് അതിങ്ങനെ റബ്ബ് ചെയ്തിട്ട് ഡസ്റ്റ്ബിന്നിലിടുക. എന്നിട്ട് ആ ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് പോയി, ആ ലൈഫിൽ ഇനി ആ ഒരു വ്യക്തി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഡസ്റ്റ്ബിന്നിലിടുക. പിന്നീട് അത് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ അത് അവിടെ കിടന്ന് നമ്മൾ കത്തിച്ച് കളയാം. ഇത്രയും ചെയ്താൽ മതി. ഇത് നിങ്ങളൊരു 7 days കൂടുമ്പോൾ ചെയ്ത് നോക്കി നോക്കൂ. 7 days ചെയ്തിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു 7 days ചെയ്ത് റിസൾട്ട് ഒന്നുമില്ലെങ്കിൽ ഒരു നെക്സ്റ്റ് 7 days കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ നിങ്ങളിത് ചെയ്ത് വരുമ്പോൾ എതിരെ നിൽക്കുന്ന ആൾ ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് വട്ടം ചെയ്യേണ്ടി വരും. നിങ്ങളൊരു 4 തവണയൊക്കെ ഇത് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അങ്ങനെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ടിപ്പായിട്ട് വീണ്ടും കാണാം. അങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ.